ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ അറബിക് സബ്ജക്റ്റിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ നമുക്കിവിടെ ഡിസ്കസ് ആക്കാം. ആദ്യത്തെ പ്രവർത്തനം നുക്കുമിലുൽ ഹിവാർ പൂർത്തിയാക്കാനാണ്. ദഹബ ഖാലിദുൻ ഇലൽ ബൈത്തി സ്വദീഖിഹി ജുബൈറുൻ മസാഅൻ. ഖാലിദ് തൻ്റെ കൂട്ടുകാരൻ ജുബൈറിൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം പോയി. മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ്. ഫവജദ ബൈദഹു ഹരിബൻ ഫിൽ ഫയലാനാത്ത്. അവൻ്റെ വീട് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയതായി കണ്ടു. അറാദ ഖാലിദുൻ അൻ യബ്നിയ ബൈത്തൻ ജദീദൻ ലിസുദീഖിഹി. അറാദ ഖാലിദ് ആഗ്രഹിച്ചു എൻ്റെ സുഹൃത്തിനായി ഒരു പുതിയ വീട് പണിയാൻ. ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയത്. വഫിൽ ആദി ജലസ ഖാലിദുൻ ഫി സ്വഫി മുഫ്കിറൻ അൻ ബിനാഇൽ ബൈത്ത്. അടുത്ത ദിവസം ഖാലിദ് ക്ലാസ്സിൽ ഇരുന്ന് വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ചിന്തിച്ചു. ഫക്കീർ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു എന്നാണ്. സഅലഹു മുദർരിസു. അധ്യാപകൻ അവനോട് ചോദിച്ചു, മാതാ തുഫക്കിറു യാ ജുബൈർ, നീ എന്താണ് ആലോചിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്? ഫദാറ ബൈനഹു വബൈനൽ മുദർരിസി ഹിവാറുൻ. സമയത്ത് അവനും മുദർരിസ് അധ്യാപകരും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. മുദരിസ് ഇവിടെ ചോദിക്കുകയാണ്, ബിമ തുഫക്കിറു, നീ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? തുഫക്കിറു എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത്. ഖാലിദിന്റെ മറുപടി അവിടെ വിട്ടുപോയത് നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം. അഹ്താജു ഇല ഡേഷ് കബീർ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ ഉള്ളത്. എന്താണ്? മബില്, പണം. എനിക്ക് ധാരാളം പണം ആവശ്യമുണ്ട്. അവിടെ താഴെ നിങ്ങൾക്ക് മബില് എന്ന വാക്ക് കാണാം. അതാണ് അവിടേക്ക് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് മുദരിസ്, ലിമ ഹാദൽ മബില്, എന്തിനാണ് ഈ വലിയ തുക? അടുത്തത് ഖാലിദ്, ലിബനായി എന്ന് അവിടെ നൽകിയിട്ടുണ്ട്. ബാക്കി ഡേഷാണ്. അവിടെ പാരഗ്രാഫിൽ നൽകിയിട്ടുണ്ട് വീട് പണിയാൻ എന്ന്. ലിബനായിൽ ബൈത്ത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് മുദരിസ് ചോദിക്കുന്നുണ്ട്, ലിമൻ, ആർക്ക് വേണ്ടി? കൂട്ടുകാരൻ ജുബൈറിന് വേണ്ടിയിട്ടാണ് അല്ലേ. സോ നിങ്ങൾ അവിടെ ലിസുദീഖി ജുബൈർ എന്ന് എഴുതണം. ഹരിബ ബൈത്തുഹു, അവൻ്റെ വീട് നശിച്ചു പോയി. മുദരിസ്, കൈഫ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ? വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയി എന്ന് മുകളിൽ നൽകിയിട്ടുണ്ട്. ഫിൽ ഫയലാനാത്ത്, അതാണ് നിങ്ങളിവിടെ താഴേക്ക് എഴുതി കൊടുക്കേണ്ടത്. ഫിൽ ഫയലാനാത്ത് എന്നിവിടെ ഖാലിദ് പറയുന്ന സ്ഥലത്തേക്ക് എഴുതി കൊടുക്കണം. അടുത്തത് മുദരിസ് അധ്യാപകൻ, ലാ തഹ്സൻ, വിഷമിക്കേണ്ട. സനജ്മഉൽ മബ്ല ഇൻഷാ അല്ലാഹ്, നമുക്ക് പൈസ ശേഖരിക്കാം. തഹ്സൻ എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട എന്നാണ്. ലാ തഹ്സൻ, വിഷമിക്കേണ്ട. ഇതിന് മറുപടി ഖാലിദ് നന്ദി പറയും അല്ലേ. നന്ദിക്ക് എന്താണ്? ശുക്രൻ എന്നാണ്. നിങ്ങളവിടെ ശുക്രൻ എന്ന് എഴുതുക. നമ്മളിവിടെ ഹിവാർ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. നുക്കുമിലുൽ ജുമലി ബിസ്തിഖ്ദാമി ഹർഫൽ ജർറി കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ ഹർഫുൽ ജർ ഉപയോഗിച്ച് പൂരിപ്പിക്കാനാണ്. ഒരു ഉദാഹരണം അവിടെ നൽകിയിട്ടുണ്ട്. ബബ്റാഉ ഫിൽ കഫസ്. ബബ്റാഉ കൂട്ടിലാണ്. കൂട്ടിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫിൽ കഫസ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതേപോലെ താഴെ ചോദിച്ചിട്ടുള്ള ചോദ്യം പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത്, യർജിഉ ദാരിസു ഡേഷ് അൽ മദ്രസത്തി ഇലൽ ബൈത്തി. യർജിഉ ദാരിസു, വിദ്യാർത്ഥി മടങ്ങുന്നു. ഡേഷ് അൽ മദ്രസത്തി ഇലൽ ബൈത്തി, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക്. വീട്ടിലേക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. നമുക്കിവിടെ സ്കൂളിൽ നിന്ന് എന്നാണ് വേണ്ടത്. അൽ മദ്രസ, സ്കൂൾ നൽകിയിട്ടുണ്ട്. ഇൽ നിന്ന് എന്ന അർത്ഥമാണ് വേണ്ടത്. മിൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യമാണ്, തർഫഉ ത്വാഇറ, വിമാനം ഉയരുന്നു. ഡേഷ് അൽ മദ്രജി, റൺവേയിൽ നിന്ന്. സോ ഇവിടെയും മിൻ ആണ്, നിന്ന് എന്നാണ് നമുക്ക് അർത്ഥം വേണ്ടി. മിൻ ആണ് എഴുതി കൊടുക്കേണ്ടത്. ചോദ്യം 3, യജ്ലിസുൽ ഉറാബു, കാക്ക ഇരുന്നു. ഡേഷ് അഷജറ, മരം. മരത്തിന്റെ മുകളിൽ ഇരുന്നു എന്നാണ് അല്ലേ. അതിനെന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അല ആണ്. അല ഷജറത്തി എന്നാണ് വരിക. ചോദ്യം 4, തഖൂമുൽ മുദർരിസത്തു, അധ്യാപിക നിൽക്കുന്നു. ഡേഷ് ക്ലാസ്, സെഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ്. ക്ലാസ്സിൽ നിൽക്കുന്നു എന്ന് പറയാൻ ഫി സെഫി എന്നാണ് എഴുതേണ്ടത്. അടുത്തത് അഞ്ചാമത്തത്, അൽ കലമു, പേന. ഡേഷ് ത്വാവിലെത്തി, മേശ. മേശയുടെ മുകളിലാണ് എന്നാണല്ലേ വേണ്ടത്. അല ത്വാവിലെത്തി, അല എന്നാണ് മുകളിലാണ്. അൽ കലമു അല ത്വാവിലെത്തി, പേന മേശയുടെ മുകളിലാണ്. ഇവിടെ ഈ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 3 നോക്കാം.
ഇവിടെ മൂന്നിൽ എ ചോദ്യമുണ്ട്, ബി ചോദ്യമുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമുക്ക് ആദ്യം എ ക്വസ്റ്റ്യൻ നോക്കാം. യുലാഹിലുൽ ലൗഹാത്തി വനസ്തഖിരിജു മിൻഹ മാ യുനാസിബു ബിൽ മുഹാഫലത്തി അലൽ മായി. വെള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാനാണ്? മുഹാഫലത്തു അലൽ മാ എന്ന് പറഞ്ഞാൽ വെള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. തന്നിട്ടുള്ള ഓരോ സെന്റൻസും വായിച്ചു നോക്കാം. ആദ്യത്തേത് അൽ ഹംറുൽ ഉമ്മു ഹബായിസ്. മദ്യം തിന്മകളുടെ മാതാവാണ്. അത് വെള്ളമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? അല്ല. സോ അത് തെറ്റാണ്. അടുത്തത് ഹാഫിലു അലൻ നലാഫ. വൃത്തി പാലിക്കുക എന്നാണ്. ഇതും വെള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. രണ്ടാമത്തത് ലാ ഹയാത്ത ബിലാ മാഇൻ. വെള്ളമില്ലാതെ ജീവിതമില്ല. ഇത് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? സോ ഇത് ശരിയാണ്. അടുത്തത് ഖത്രത്തുൽ മാഇ ഹയാത്ത്. ഒരു വെള്ളത്തുള്ളി ജീവിതമാണ്. സോ ഇതും വെള്ളമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശരിയാണ്. ഇതെടുത്ത് എഴുതണം. ഇനി അടുത്തത് യൗമുൽ ഇസ്തിക്ലാലി യൗമു സഈദ്. സ്വാതന്ത്ര്യ ദിനം സന്തോഷമുള്ള ദിവസമാണ്. ഇത് വെള്ളമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? അല്ല. സോ ഇത് എഴുതില്ല, തെറ്റാണ്. അടുത്തത് അൽ മാഉ നിഅമത്തുൻ മിനല്ലാ. വെള്ളം അള്ളാഹുവിൽ നിന്നുള്ള നിയമത്താണ്, അനുഗ്രഹമാണ്. ഇത് വെള്ളമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? സോ ഇത് എടുത്ത് എഴുതണം. മാഉ അസാസുൽ ഹയാത്ത്. വെള്ളം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഇതും വെള്ളമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇതും നിങ്ങൾ എടുത്തെഴുതണം. അടുത്തത് കുലിൽ ഹക്ക വലൗ കാന മുർറൻ. എത്ര കയ്പുള്ളതാണെങ്കിലും സത്യം പറയണം. ഇത് വെള്ളമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. സോ ഇത് എഴുതേണ്ട, തെറ്റാണ്. അടുത്തത് അൽ അഖുലു സലീമു ഫിൽ ജിസ്മി സലീം. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുള്ളത്. ഇതും വെള്ളമായി ബന്ധപ്പെട്ടതല്ല. ഇത് എഴുതേണ്ട, തെറ്റാണ്. അടുത്തത് ലാസ്റ്റത് കുല്ലു ഹയ്യിൻ മിനൽ മാ. എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ്. സോ ഇതും എഴുതണം, വെള്ളമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇവിടെ ഈ ഒരു 5 പോയിന്റ്സ് ആണ് വരുന്നത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇതിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ബി ക്വസ്റ്റ്യൻ നെഖറഉ തസ്രീഹാത്തു താലിയ. താഴെയുള്ള ഈ ഇത് വായിക്കുക, സെന്റൻസുകൾ വായിക്കാം. സുതൂറൻ മുനാസിബത്തൻ മിനൽ മൻലൂമി വനക്തുബുഹ. കവിതയിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള വരികൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ഇസ്രാഫുൽ മിയാഹി ഹറാമുൻ. വെള്ളം അധികം ചിലവഴിക്കുന്നത് ഹറാമാണ്. ഇത് അർത്ഥം വരുന്ന വാക്യം ഏതാണ്? വരി ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ള കവിത. ഇവിടെ ഇതേ അർത്ഥം വരുന്നത് അവസാനത്തെ വരിയിലെ തബ്ദീറുഹു ഹറാമുൻ. ഇത് പായാക്കുന്നത് നിഷിദ്ധമാണ് എന്ന വരിയാണ്. രണ്ടാമത്തത് അസ്സുഹൂറു തൻമു ബിൽ മാഇ. വെള്ളം കൊണ്ട് പൂക്കൾ വളരുന്നു. ഇതിന് ചേർന്ന വരി ഏതാണ്? ഇതേ അർത്ഥം പറയുന്ന വരി ബിഹി സുഹൂറു വ മിസ്ലുഹ തുയൂറു എന്ന വരിയാണ്. വെള്ളം കൊണ്ട് പൂക്കൾ വളരുന്നു, അതുപോലെ പക്ഷികളും എന്നാണ് ഈ വരിയുടെ അർത്ഥം. മൂന്നാമത്തത് അൽ മാഉ മിസ്ല റൂഹി ഫിൽ അബ്ദാനി എന്നാണ്. ശരീരത്തിലെ ആത്മാവ് റൂഹ് പോലെയാണ് വെള്ളം. ഇതേ അർത്ഥം വരുന്ന വരിയാണ് അൽ മാഉ ഫിൽ ബിലാദ് കർറൂഹി ഫിൽ അജ്സാദ്. സമൂഹത്തിലെ വെള്ളം ശരീരത്തിലെ ആത്മാവ് പോലെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നാലാമത്തത് അൽ മാഉ കദ്ദവാഇ. വെള്ളം മരുന്ന് പോലെയാണ് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഇതേ അർത്ഥം ആശയം വരുന്ന വരി കണ്ടെത്തണം. എന്ന വരിയാണ്. ഈ വരിയാണ് നിങ്ങൾ അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തത് മാ ജംഉ കലിമത്തി ത്വാഇറ. ത്വാഇറിന്റെ ജംഉ എന്താണെന്നാണ്? ത്വാഇർ എന്ന് പറഞ്ഞാൽ പക്ഷി. അതിന്റെ ജംഉ പക്ഷികൾ എന്നാണല്ലേ വരിക. തുയൂറാണ് ആൻസർ വരുന്നത്. തുയൂറു പക്ഷികൾ. അടുത്തത് ഇനി നാലാമത്തെ ചോദ്യമാണ്. നുലാഹിലുൽ മഷ്ഹദ വനുഇദ്ദു ബയാനൻ അൻഹു. ചിത്രം നോക്കി വിവരണം തയ്യാറാക്കാനാണ്. ചിത്രത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ നിങ്ങൾക്ക് അവിടെ ബോക്സിലാക്കി നൽകിയിട്ടുണ്ട്. വാക്കുകളുടെ അർത്ഥം നോക്കാം. ആദ്യത്തേത് ത്വാഇറത്താണ്, വിമാനം. തെയ്യാറത്ത് പൈലറ്റ് ആണ്. മദറജത്ത് റൺവേ ആണ്. മുലീഫത്ത് ത്വാഇറ എയർ ഹോസ്റ്റസ് ആണ്. ജവാസു സഫർ പാസ്പോർട്ട് ആണ്. നമുക്ക് വിവരണം തയ്യാറാക്കണം. ഇവിടെ നൽകിയിട്ടുണ്ട് ഹാദാ മത്വാറുൻ. ഇത് വിമാനത്താവളമാണ്. ഫിൽ മത്വാറി. വിമാനത്താവളത്തിൽ കുടുംബമുണ്ട് എന്ന് എഴുതാം. സോ ഉസ്രത്തു എന്ന് എഴുതാം. അടുത്തത് കുടുംബത്തിന്റെ പിന്നിലായിട്ട് ബേക്കിലായിട്ട് എയർ ഹോസ്റ്റസ് ഉണ്ട്, പൈലറ്റ് ഉണ്ട് എന്ന് എഴുതാം. റാഅ ഉസ്രത്തി മുലീഫത്ത് ത്വാഇറ വ തയ്യാറത്തുൻ. ചിത്രത്തിൽ വിമാനം പറന്നുയരുന്നത് കാണാം. സോ നമുക്ക് എഴുതാം തർഫഉ ത്വാഇറ. വിമാനം പറന്നുയരുന്നു. അടുത്തത് കുട്ടിയുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് കാണാം. സോ നമുക്ക് എഴുതാം ഫീദിൽ വലതി ജവാസു സഫർ എന്ന് എഴുതാം. അടുത്തത് ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ ഉണ്ട്. നുകുമിലിൽ ജുമല. ഈ ജുംല പൂർത്തിയാക്കാനാണ്.
ഉദാഹരണം ഇവിടെ നൽകിയിട്ടുണ്ട്. ഡേഷ് അൽ വലതുൽ അസ്നാന. ചിത്രത്തിൽ കുട്ടി പല്ല് വൃത്തിയാക്കുന്നതാണല്ലേ കാണുന്നത്. സോ അവിടെ യുനല്ലിഫു എന്ന വാക്കാണ് എഴുതി ചേർക്കേണ്ടത്, അവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഡേഷ് അൽ ബിൻതുൽ ഹലീബ. ഇവിടെ ഒരു കുട്ടി പാൽ കുടിക്കുന്ന ചിത്രമാണ്. ഓക്കെ, അത്ര ചിത്രം ക്ലിയർ അല്ല. ഇവിടെ കുട്ടി പാൽ കുടിക്കുന്നു എന്നാണ്. അൽ ബിൻതു ആണ് അല്ലേ. സോ നമുക്ക് കുടിക്കുന്നു എന്നതിന് എന്താണ് വാക്ക് എഴുതുക? തഷ്റബു എന്നാണ്. പെൺകുട്ടി കുടിക്കുന്നു. തഷ്റബു, തഷ്റബുൽ ബിൻതുൽ ഹലീബ. പെൺകുട്ടി പാൽ കുടിക്കുന്നു. അടുത്ത രണ്ടാമത്തത് യസ്കി ഡേഷ് ഷത്തിലെത്ത. ഇവിടെ ആൺകുട്ടി വെള്ളം നനയ്ക്കാണ്. യസ്കി ഡേഷ് ഷത്തിലെത്ത, വെള്ളം നനയ്ക്കുന്നു എന്ന് നൽകിയിട്ടുണ്ട്. ആൺകുട്ടി എന്നാണ് എഴുതേണ്ടത്. അൽ വലതു എന്നവിടെ എഴുതി ചേർക്കുക. മൂന്നാമത്തെ ചോദ്യം തദ്ഹബു ഡേഷ് ഇരൽ മദ്രസത്തി. പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നു എന്നാണല്ലേ. പോകുന്നു. തദ്ഹബു ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. പെൺകുട്ടി എന്നാണല്ലേ എഴുതേണ്ടത്. അൽ ബിൻതു എന്നാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. നാലാമത്തത് ഡേഷ് അൻവറിൽ യദ. അൻവർ കൈ കഴുകുന്നു എന്നാണല്ലേ. കഴുകുന്നു എന്ന വാക്ക് യഴ്സിലു ആണ്. സോ നിങ്ങൾ അവിടെ യഴ്സിലു എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അഞ്ചാമത്തത് ഡേഷ് ഉമ്മുൽ ജരീദ. ഇവിടെ ഉമ്മ എന്താണ്? പത്രം വായിക്കുകയാണല്ലേ. വായിക്കുന്നു എന്നുള്ളത് ഉമ്മയായതുകൊണ്ട് തഖ്റഉ എന്നാണ് എഴുതേണ്ടത്. തഖ്റഉൽ ഉമ്മ ജരീദ, ഉമ്മ പത്രം വായിക്കുന്നു. അഞ്ചാമത്തെ പ്രവർത്തനമാണ് നുലാഹിലു വനക്തുബു കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ്. ഉദാഹരണം നോക്കാം. ഖറഅത് ദാരിസുൽ കിതാബ്. കുട്ടി പുസ്തകം വായിച്ചു എന്നാണ്. അതെന്താക്കി എഴുതി? ഖറഅത്തുൽ കിതാബ്, ഞാൻ പുസ്തകം വായിച്ചു. ഇവിടെ ദാരിസ് എന്നുള്ളത് വെട്ടി ഖറഅ എന്നുള്ളത് ഖറഅത്തു എന്നാക്കി. ഖറഅത്തുൽ കിതാബ്, ഞാൻ പുസ്തകം വായിച്ചു എന്നാക്കി. ഇതേപോലെ നമ്മുടെ ചോദ്യമാക്കണം. ചോദ്യം ഇതാണ്. ഹറജത്ത് ഖദീജത്തു മിനൽ ബൈത്തി. ഖദീജ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നാണ്. ഇവിടെ ഹറജത്ത് എന്നുള്ളത് എന്താവും? ഹറജത്തു എന്നാവും. ഹറജത്തു മിനൽ ബൈത്തി, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇനി അടുത്ത ചോദ്യം. നെല്ലഫ സൽമാനു സ്വഫ. സൽമാൻ ക്ലാസ് വൃത്തിയാക്കി എന്നാണ്. നെല്ലഫ എന്നുള്ളിടത്ത് എന്താവും? നെല്ലഫ്തു എന്നാവും. ഞാൻ ക്ലാസ് വൃത്തിയാക്കി. ഇനി അടുത്തത് മൂന്നാമത്തത് ലൈബ ത്വാലിബു ഫിൽ മൈദാനി. വിദ്യാർത്ഥി മൈതാനത്ത് കളിച്ചു. ലൈബ എന്നുള്ളത് എന്തായി മാറും? ലൈബത്തു എന്നായി മാറും. ഞാൻ മൈതാനത്ത് കളിച്ചു. ത്വാലിബ് നമ്മൾ എഴുതരുത്. ലൈബ എന്നുള്ളത് ലൈബത്തു എന്നാവും. ലൈബത്തു ഫിൽ മൈദാനി, ഞാൻ മൈതാനത്ത് കളിച്ചു. അടുത്തത് സെറാത്തിൽ ബിൻതുൽ ഹദീഖത്ത്. പെൺകുട്ടി പൂന്തോട്ടം സന്ദർശിച്ചു. സെറാത്ത് എന്നുള്ളത് എന്തായി മാറും? ഞാൻ പൂന്തോട്ടം സന്ദർശിച്ചു. സുർത്തുൽ ഹദീഖത്ത എന്നാവും. അടുത്ത ലാസ്റ്റത് ജലസത്തിൽ ഉമ്മു അലാ കുർസി. ഉമ്മ കസേരയിൽ ഇരുന്നു. ജലസത്തി എന്നുള്ളത് എന്തായിട്ട് മാറും? ഉമ്മു എന്നുള്ളത് നമ്മൾ വെട്ടിക്കളയും. ജലസത്തി എന്നുള്ളത് ജലസത്തു എന്നായി മാറും. ജലസത്തു അലാ കുർസി, ഞാൻ കസേരയിൽ ഇരുന്നു. സോ ഈ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞു. അടുത്തത് ഇനി ആറാമത്തെ ചോദ്യമാണ്. നഖ്റഉൽ ഖിസ്സ വനുജീബു അനിൽ അസ്ഇല. കഥ വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. റാത്ത യൗമിൻ ഹത്വഫ ഉറാബുൻ ഹുബ്സൻ. ഒരു ദിവസം ഒരു കാക്ക അപ്പം തട്ടിയെടുത്തു. ഉറാബ് എന്ന് പറഞ്ഞാൽ കാക്കയാണ്. ഹുബ്സൻ എന്ന് പറഞ്ഞാൽ അപ്പമാണ്. ഹത്വഫ എന്ന് പറഞ്ഞാൽ തട്ടിയെടുത്തു. റാത്ത യൗമിൻ ഒരു ദിവസം, ഹത്വബ ഉറാബുൻ ഹുബ്സൻ ഒരു അപ്പം തട്ടിയെടുത്തു. കാക്ക ഒരു അപ്പം തട്ടിയെടുത്തു. വജലസ അല ഉസ്നി ഷജറത്തിൻ. അത് ഒരു മരത്തിന്റെ കൊമ്പിലിരുന്നു. ഷജറ മരം. ഉസ്നി എന്ന് പറഞ്ഞാൽ കൊമ്പാണ്. അടുത്തത് ബഅദ ഖലീലിൻ മറ സഅലബുൻ ബിഹാനിബിൻ ഷജറ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുറുക്കൻ മരത്തിന്റെ അടുത്തൂടെ നടന്നുപോയി. സഅലബ് എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. റഅ സഅലബു, സഅലബു കണ്ടു. ഉറാബ് കാക്കയെ. ഫകറ സഅലബു ഫി ഹീലത്തി. കുറുക്കൻ ഒരു തന്ത്രത്തെ കുറിച്ച് ചിന്തിച്ചു. കാല ലിൽ ഉറാബ്, എന്നിട്ട് ഉറാബിനോട് കാക്കയോട് പറഞ്ഞു, സ്വദീഖി കൂട്ടുകാരാ, മാ അജ്മല സൗതക്, നിന്റെ ശബ്ദം എത്ര മനോഹരം. ഇത്രയുമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കഥ. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ട്, നോക്കാം. ഐന ജലസൽ ഉറാബു, കാക്ക എവിടെയാണ് ഇരുന്നത്? ഇവിടെ പറയുന്നുണ്ട് മരത്തിന്റെ കൊമ്പിലാണ് അല്ലേ. റുസ്നി ഷജറത്തി, മരത്തിന്റെ കൊമ്പിലാണ്. അല റുസ്നി ഷജറത്തി, മരത്തിന്റെ കൊമ്പിൽ. ഇതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, മാതാ ഹതഫൽ ഉറാബു, കാക്ക എന്താണ് തട്ടിപ്പറിച്ചത്? ഒരപ്പമാണല്ലേ. ഹുബ്സൻ എന്നവിടെ മുകളിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഹതഫ ഉറാബുൻ ഹുബ്സൻ.
ചോദ്യം 3, സ്വദീഖി മാ അജ്മല സൗതക് മൻ കാല ഹാദ. കൂട്ടുകാരാ, നിന്റെ ശബ്ദം എത്ര മനോഹരം. ഇതാരാണ് പറഞ്ഞത്? കുറുക്കനാണ് അല്ലേ. തഗ്ലബ് എന്നാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. 4ാമത്തെ ചോദ്യം, അഴ്സാനുൻ മുഫ്രദുഹു. അഴ്സാന് എന്നതിന്റെ മുഫ്രദ് എന്താണ്? ഏകവചനം. കൊമ്പുകൾ എന്നതിന്റെ ഏകവചനം കൊമ്പ് എന്നാണ് അല്ലേ. അതിവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി 5, നെക്തുബു ഉൻവാനുൻ ലിഹാദിഹിൽ കിസ്വ. ഈ കഥയ്ക്ക് ഒരു തലക്കെട്ട് കൊടുക്കാനാണ്. നമുക്ക് അല്ല ഉറാബു വസ്അഗ്ലബു എന്ന് കൊടുക്കാം അല്ലേ. കാക്കയും കുറുക്കനും. വസ്അഗ്ലബു എന്നാണ് അവിടെ എഴുതേണ്ടത്. നെസ്തഹ്രിജു ഫിൽ കിസ്വത്തിൽ അഫ്ആലുൽ മാളിയ കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിൽ തന്നതുപോലെ ഇവിടെ കഥയിൽ നിന്ന് എടുത്ത് ഫീലിൽ മാളി എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നൽകിയിട്ടുണ്ട് ഹത്തോഫ, തട്ടിയെടുത്തു. ഫീല് മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. തട്ടിയെടുത്തു എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതാണ് അല്ലേ. ഹത്തോഫ അതാണ് ഇവിടെ ഉദാഹരണമായി നൽകിയത്. ഇനി മറ്റു വാക്കുകൾ കഥയിൽ നിന്ന് എടുത്ത് എഴുതണം. നമുക്ക് എഴുതാം ജലസ ഇരുന്നു, മറ കടന്നുപോയി, റഅ കണ്ടു, ഫക്കറ ചിന്തിച്ചു, കാല പറഞ്ഞു. വാക്കുകളാണ് നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള ബോക്സിലേക്ക് എടുത്ത് എഴുതേണ്ടത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.